വി.ഡി. സതീശന് പിന്തുണയെന്ന് പറയാതെ പറയുകയായിരുന്നു കെ മുരളീധരൻ. സീനിയോറിറ്റിയൊന്നും മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ബാധകമാകേണ്ട കാര്യമില്ല. ഘടകകക്ഷികളുടെ പിന്തുണയും MLA-മാരുടെ പിന്തുണയുമായിരിക്കും ഈ തീരുമാനത്തിൽ ഘടകമാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സീനിയോറിറ്റി ഒന്നും പാർട്ടിക്കകത്ത് പലപ്പോഴും നോക്കിയിട്ടില്ലല്ലോ. സീനിയോറിറ്റി ഒന്നും പ്രശ്നമൊന്നുമല്ല. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കണം, ഘടകകക്ഷികളുടെ അഭിപ്രായം നോക്കണം. ഇതൊരു സിംഗിൾ പാർട്ടി ഗവൺമെൻറ് അല്ല, ഇതൊരു കൊയിലീഷൻ ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായും ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടെ ആരായി. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി. രാഹുൽ, ഈ MLA-മാരുടെ പിന്തുണ പരിഗണിക്കണമെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും അത് KC-ക്കൊപ്പമാണുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വാചകത്തിലാണ് തൻ്റെ പിന്തുണ ആർക്കാണെന്നുള്ളത്. ഇതൊരു മുന്നണി സർക്കാരാണ്, അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളുടെ അഭിപ്രായം മാനിക്കണം എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും പരോക്ഷമായി വി.ഡി. സതീശനുള്ള പിന്തുണയല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം അങ്ങനെ വ്യാഖ്യാനിക്കാമെന്നുള്ളത് തന്നെയാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മുന്നണി മര്യാദകളെ മുൻനിർത്തിക്കൊണ്ടാണ് കെ മുരളീധരൻ മുൻപും സംസാരിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുന്ന ഒരു വാക്ക് മണ്ഡലത്തിലെ ജനവികാരം മാനിച്ചുകൊണ്ടാണ് താൻ അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ ജനവികാരത്തെയും ഒപ്പം ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായത്തെ മുന്നിലേക്ക് വെക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ മുരളീധരൻ ദിവസങ്ങളായി പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ MLA-മാരുടെ കണക്കുകൾ കൃത്യമായി ഈ പുറത്തു വരുമ്പോൾ KC-ക്ക് അനുകൂലമാണ് എന്ന് വ്യാഖ്യാനിക്കാമെങ്കിൽ പോലും തൊട്ടപ്പുറത്തേക്ക് മുന്നണി സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളുടെ പിന്തുണ അത് പരിഗണിക്കേണ്ടതായി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഡൽഹിക്ക് പോകും മുമ്പ് കണ്ടോൺമെൻറ് ഹൗസിലെ ആ ദിവസം ആ രാത്രി വൈകിയുണ്ടായ തിരക്ക് നമ്മൾ കണ്ടതാണ്. ഘടകകക്ഷി നേതാക്കളെല്ലാം വി.ഡി. സതീശനെ കാണാനെത്തിയ കാഴ്ചയൊക്കെ കണ്ടതാണ്. അപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ എന്തായാലും കെ മുരളീധരൻ്റെ ഒരു പിന്തുണ അത് വി.ഡി. സതീശന് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പരോക്ഷമായി പല ആവർത്തി പറഞ്ഞു. ഇപ്പോൾ എന്തായാലും മുന്നണി മര്യാദകൾ, മുന്നണി സമവാക്യങ്ങൾ കൂടി ചേർത്ത് പറയുമ്പോൾ എന്തായാലും പ്രതിപക്ഷ നേതാവിനൊപ്പമാണ് കെ മുരളീധരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാഹുൽ ജിനാഥാണ് വിവരങ്ങൾ നൽകിയത്.